വചനം കർത്താവിൻ്റെ ഒട്ടുനൂൽ പോലെ അതിരകളിൽ നിന്ന് വരുന്ന വലിയ അനുഗ്രഹവും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന വലിയ അനുഭവമാണെന്നുള്ള ബോധത്തോടുകൂടെ ഇന്നലകൾ നടന്ന വഴികൾ, അവിശ്വാസത്തിൻ്റെ മേഖലകൾ, പാപത്തിൻ്റെ സ്വാധീനങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കുവാൻ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. ക്രൂശിതനായ ക്രിസ്തുവിനെ, ക്രൂശീകരണത്തെ പ്രാർത്ഥനയോട് അടുത്തെറിഞ്ഞ പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്. ഏറെ വേദനയോടെ അവന്റെ ക്രൂശീകരണത്തിന്റെ സമയത്ത് ഭക്തനായ മനുഷ്യൻ ഗോകുൽത്തായിലേക്ക് ഓടി വരുന്ന ഒരു കാഴ്ച. നാമം അങ്ങനെ ആകണം, 8 നോമ്പിൽ അങ്ങനെ ആയിത്തീരണം. ഗോകുൽത്തായിലേക്കുള്ള ഓട്ടം, ശിരസിൽ മുൾക്കിരീടം ധരിച്ച്, ശരീരത്തിൽ മുറിവുകളേറ്റ്, കൈകളും ആണികളാൽ, കാലുകളും ആണികളാൽ തറയ്ക്കപ്പെട്ട് പിതാവിന്റെ അടുക്കിലേക്ക് ഓടിയെടുക്കുന്ന ഭക്തനായ മനുഷ്യൻ. അവനിങ്ങനെ പാടി, നമുക്ക് ചേർന്ന് പാടുവാൻ കഴിയും. നിൻമുറിവുകളിൽ നിന്നേറ്റ് മോറോ മണമെന്നതാ, നിന്നതരങ്ങളവോ പട്ടിൻ നോലോ തുള്ളൂ. നിന്റെ മുറിവുകളിൽ നിന്ന് മോറോന്റെ മണം എനിക്ക് ആസ്വദിക്കുവാൻ കഴിയും. കർത്താവേ, ഗോകുൽത്തായിലേക്ക് ഞാൻ ഓടി വരുമ്പോ നിന്റെ മുറിവുകളിൽ നിന്ന് ഓരോന്റെ മണത്തെ ഞാൻ അനുഭവിച്ചു. നിന്റെ അതിരങ്ങൾ പട്ടിൻ നൂല് പോലെ മനോഹരമാണ്. വചനം എന്നെ സൈനികർ ചുറ്റി, എന്നെ തടസ്സപ്പെടുത്തി. കാണാൻ വന്നോ രണ്ടേ പടച്ചൂറ്റി, ഗോകുൽത്തായി കവരെ വിട്ടോടി. എന്റെ കർത്താവിനെ കാണുവാൻ ഗോകുൽത്തായിലേക്ക് ഞാൻ ഓടി അടുത്തപ്പോ പടരെന്നെ ചുറ്റി. ഒരെന്നെ തടസ്സമില്ല, ഞാൻ അവരെ വിട്ടോടി. അയ്യോ, ഞാൻ മലമുകളിൽ കണ്ട കാഴ്ച അതിവേദനാജനകമായി. എന്റെ നാവുകൾക്ക് അതിനെ വിവരിപ്പാൻ പ്രാപ്തി പോലെ. ആ മനുഷ്യൻ ഇങ്ങനെ എഴുതി, നിന്മാറു തുറന്നും ലേത്തം വാർന്നും കണ്ടേ ഞാൻ, കുരിശടിയാരെ കാക്കും നാഥനായി സ്തോത്രം. ഹല്ലേലൂയ. കഷ്ടമവർക്കെന്നും സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ വചനത്തിന്റെ കീഴിൽ ഗോകുൽത്തായുടെ ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങളെ നീ കാണണമേ, മുറിവുകളെ നീ ഏറ്റെടുക്കണമേ. ഈ നോമ്പും നമസ്കാരവും എല്ലാം നിനക്ക് ധൂപമായി അവിടുന്ന് സ്വീകരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ അപേക്ഷകൾ ഞങ്ങളോട് ചേർന്ന് നിന്റെ സന്നിധിയിലേക്ക് ഉയരുമ്പോ അനുഗ്രഹത്തിൻ്റെതായി തീരുവാൻ കർത്താവേ, പുതിയ കാഴ്ചപ്പാടോടുകൂടി
പുതിയ ദർശനത്തോടുകൂടി പുതിയ മനുഷ്യനായി രൂപാന്തരം പ്രാപിപ്പാൻ ഈ രാത്രി വചന മുഖാന്തരം ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ ശുശ്രൂഷകളെല്ലാം ദേശത്തിന്റെ വെളിച്ചമായി തീരുവാൻ അവിടുന്ന് ബലത്തോടെ നിർത്തണമേ. നാം തോറുന്ന കരുണയ്ക്ക് കൃപയ്ക്കുമായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും മനോഹരമായ ഈ സന്ധ്യയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 4-ാം ദിവസം അമ്മയോട് ചേർന്ന് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ ദേവാലയത്തിന്റെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്നലെ കേട്ട വചനത്തോട് ചേർന്ന് എന്റെ കർത്താവിന്റെ ക്രൂശിനെ ഉയർത്തുവാൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ക്രൂശിനോട് ചേർന്ന് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ഈ 8 നോമ്പും പ്രാർത്ഥനകളും ആരാധനകളുമെല്ലാം നമ്മുടെ സന്നിധിയിൽ പിതാക്കന്മാർ ക്രമീകരിച്ച് തന്നിട്ടുള്ളത് എന്തിന് എന്നുള്ള ചോദ്യം പുതുക്കത്തിന് വേണ്ടി, റിവൈവൽ, വലിയ ഉത്ഥാനത്തിന് വേണ്ടിയാണ്, ആധ്യാത്മികമായിട്ടുള്ള റിവൈവലിന് വേണ്ടിയാണ് എന്നുള്ളത് അച്ഛൻ പറയാതെ തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് വർഷങ്ങളോളമായി നമ്മുടെ ദേവാലയം ക്രമീകരിച്ചു വരുന്ന ഈ ശുശ്രൂഷകളൊക്കെയും ദേശത്തിന് അനുഗ്രഹമാകട്ടെ. ഒരു പുതിയ തുടക്കം ഈ ശുശ്രൂഷ മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇങ്ങനെ പോയാൽ പോലെ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം. അച്ഛൻ ഒരിക്കലായി വായിച്ച ഒരു പുസ്തകത്തിൽ അതിന്റെ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്ന വാക്ക് START, തുടക്കം, ആരംഭം എന്നുള്ള വാക്കിനെ അദ്ദേഹം ഇങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ള. ഓരോ ആൽഫബറ്റും ഇങ്ങനെ കൃത്യമായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. S stands for stop making excuse. വീഴ്ചയിൽ നിന്ന് മാറി നമുക്ക് നടക്കുവാനായി സാധിക്കണം. ഇന്നലകളെ പുനഃപരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൽ കാരണം കണ്ടെത്തി കൗതാശികമായ നൽവരം വിശുദ്ധ കുംഭസാരത്തിലൂടെ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. T stands for take an inventory of your life. നിന്റെ ജീവിതത്തിൽ ഒരു കണക്കെടുപ്പിന്റെ ദിവസമായി ഈ രാത്രി മാറണം. ഇതുവരെയുള്ള 50 വർഷം, 60 വർഷം, 70 വർഷം, 30 വർഷം, എല്ലാ വർഷവും ടാക്സ് ചെയ്യുന്ന നമ്മൾ കണക്കെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ലാഭങ്ങളും നഷ്ടങ്ങളും എഴുതി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ഇൻവെന്ററി ഈ രാത്രിയിൽ നമുക്ക് തയ്യാറാക്കുവാൻ സാധിക്കണം. A stands for action in faith. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായി സാധിക്കണം. നമ്മുടെ പ്രവൃത്തികളെല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാകണം. പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവവിശ്വാസത്തിന് അടിസ്ഥാനമിട്ടുകൊണ്ടാകണമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. It stands for refocus of life. ഇതുവരെ നമ്മുടെ ശ്രദ്ധ ലോകത്തിന്റെ കാഴ്ചകളിലും കാഴ്ചപ്പാടുകളിലും നമ്മുടെ വളർച്ചയുടെ പാതയിലുമായിരുന്നു എങ്കിൽ നാം ആധ്യാത്മികമായി വളരുവാൻ we have to refocus. നമ്മുടെ ശ്രദ്ധയെ പുനർകേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. Finally, T, it stands for trust in God. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ആശ വെച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തെ ഇടയാക്കണമെന്ന് ചുമതലപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. ഈ രാത്രി
അച്ഛൻ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. സങ്കീർത്തനം 45-ാം അധ്യായം എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. 10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. വായിക്കാമോ? 45 സങ്കീർത്തനം 45 10 11. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഇതെവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബൈബിളിലുണ്ട്, അല്ലാതെ കേട്ടിട്ടുണ്ടോ? നിന്നാസ്തുതിയോടു രാജമകൾ പഠിക്കേ. അവിടെയാണ് പ്രശ്നം. നിന്നാസ്തുതിയോടു രാജമകൾ തെറ്റിപ്പോയി, കീഴ്മേൽ മറന്നുപോയി. ഇത് ശരിയാക്കാതെ ഞാൻ കാനഡയില്ലായിരിക്കും. നിന്നാസ്തുതിയോടു രാജമകൾ. നിങ്ങൾ പാട്. തീർച്ചയായില്ല, ഇന്ന് മുഴുവൻ പാടിയത് നിങ്ങളത് ശരിയാക്കുമെന്ന് എനിക്ക് തോന്നാറില്ല. ദ ലാസ്റ്റ് ചാൻസ്. അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് പാടുക. നോക്കരുത്, പുസ്തകം നോക്കരുത്. അങ്ങനെയാണ് പിന്നെ എന്റെ ആവശ്യമില്ല. എത്ര വർഷമായിട്ട് 60 വർഷം 70 വർഷം 50 വർഷം 30 വർഷമൊക്കെ ആയിട്ട് പാടിക്കൊണ്ടിരിക്കണേ. പുസ്തകത്തിൽ നോക്കാതെ പാടിക്കും, ഉറക്കെ പാടി. നിന്നാ സ്തുതിയോടു രാജമകൾ ശരിയാക്കി, ബാക്കിയുള്ളവർ തെറ്റിച്ചു. നിന്നാ സ്തുതിയോടു രാജമകൾ കറക്റ്റായിട്ട് പാടും. ഈ പാട്ട് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും ഈ പാട്ട് ട്യൂൺ മാറ്റി കേട്ടിട്ടുണ്ടോ? അച്ഛൻ പാടാം. എവിടെയാ നിങ്ങൾ പറയുന്നത്? നിന്നോ മഹിമയോട രാജകുമാരി വലതുവശത്തായി രാജേശ്വരിയും. കേട്ടിട്ടുണ്ടോ? ശവടക്കണോ? എവിടെ? കല്യാണം, ബാപ്റ്റിസം, മാമോദീസ. ഒരു ക്വസ്റ്റ്യൻ കൂടി. മാമോദീസയ്ക്ക് എപ്പോ പാടുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. ഇത് ആരെ കുറിച്ചാണ് വിവരിക്കുന്നത്? മാതാവിനെ കുറിച്ചാണ്. അപ്പോ പെൺകുട്ടികളുടെ ബാപ്റ്റിസത്തിന് പാടുന്ന പാട്ടാണ്. ഒന്നോട് ചേർന്ന് പാടാം. നിന്നോ മഹിമയോട രാജകുമാരി വലതുവശത്തായി രാജേശ്വരിയും ഓഫീർ തങ്കത്തുകിലങ്കിയണിഞ്ഞോളേ കേൾക്കുക, നോക്കുക, ചെവി ചായിക്ക.
45-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്ക, സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പൊ അത് ആരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സുറിയാനി സഭാപിതാക്കന്മാർ ഇതിനെ ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായും, ക്രിസ്റ്റോളജിക്കലി, ക്രിസ്തുപരമായി, ക്രിസ്തു ദൈവശാസ്ത്രപരമായി, എക്ലീസിയാസ്റ്റിക്കലി, സഭാപരമായും കൃത്യമായും ഈ വേദഭാഗത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചരിത്രപരമായി ഈ സങ്കീർത്തനത്തെ പഠിക്കുമ്പോൾ ഇതിന് വലിയൊരു പശ്ചാത്തലമുണ്ട്. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയെന്ന് പറയും? തലകുത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ്. ആരാ പറഞ്ഞത്? കോരക പുത്രന്മാർ എഴുതിയതാണ്. ചില ബൈബിളിലൊക്കെ എന്റെ ഹെഡ്ലൈനിൽ എഴുതിയിരിക്കും. പക്ഷേ ഇതെല്ലാം കണ്ടിട്ടില്ല. കോരകപുത്രന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള സങ്കീർത്തനമാണിത്. 45-ാം അധ്യായം. ഇതിന് ചരിത്രപരമായ പശ്ചാത്തലം പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ വിവാഹ സമയത്ത് രാജാക്കന്മാരുടെ ശ്രേഷ്ഠതയെ പുകഴ്ത്തുവാൻ തക്കവണ്ണം രാജാവിന്റെ വധുവായി വരുന്ന ആളുകളോട് ചേർന്ന് ആളുകൾ കേൾക്കുവാൻ തക്കവണ്ണം രാജാവിന്റെ മഹിമയെ കുറിച്ച് പാടുന്ന ഭാഗമാണ്. ദേശത്തെ ജൂവിഷ് കൾച്ചറിൽ അവരുടെ രാജ്യത്ത് നിന്നല്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് വധുവിനെ മണവാട്ടിയെ സ്വീകരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് രാജാവിന്റെ മഹിമയെ വർണ്ണിക്കുന്ന വേദഭാഗമാണ്. 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞിട്ട് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്റെ ഹൃദയം ശോഭനത്താൽ നിറയുന്നു, കവിയുന്നു. ഞാൻ എഴുതാൻ പോകുന്ന കൃതി രാജാവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. എഴുത്തുപോലാകുന്നു. പിന്നീട് രാജാവിനെ കുറിച്ച് പറയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. ഇങ്ങനെ വിവരിച്ച് രാജാവിനെ മാക്സിമം പീക്ക് ലെവലിൽ എഴുത്തുകാരൻ കോലപുത്രന്മാർ എഴുതി വെച്ച് വിവരിച്ചിട്ടുണ്ട്. 10-ാമത്തെ വാക്യം ഈ രാജകുമാരിയോട്, വധുവിനോട് പറയുന്നു, അല്ലയോ കുമാരി, നീ കേൾക്കുക, നീ നോക്കുക, നീ ചെവി ചായിക്ക, സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും നീ വിടുക, മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആകർഷിക്കും, ആഗ്രഹിക്കും. ചരിത്രപരമായി ഇത് ഒരു ദേശത്തിന്റെ അധിപതി രാജാവ് തന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങുമ്പോ അദ്ദേഹത്തിന്റെ മഹിമകളെ കുറിച്ച് വർണ്ണിക്കുവാൻ തക്കവണ്ണം എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. എന്നാൽ ക്രിസ്റ്റോളജിക്കലി സുറിയാനി സഭാ പിതാക്കന്മാർ ഇതിനെ വിവരിക്കുന്നത് 2 തരത്തിലാണ്. ക്രിസ്റ്റോളജിക്കലി ആൻഡ് എക്ലീസിയാസ്റ്റിക്കലി. ഈ 2 നിർവചനത്തിലും പിതാക്കന്മാർ പറയുന്നു, ഇവിടെ രാജാവ് ആരാണ്? കർത്താവാണ്. കർത്താവിന്റെ മഹിമകളെ കുറിച്ച് 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ കൃത്യമായി കോരകപുത്രന്മാർ എഴുതുകയാണ്. എന്റെ ഹൃദയം മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി എഴുതുവാൻ ഞാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നു. നീതിമാനാണ്, അവന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. അവൻ അതിശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് മണവാളനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് എഴുതി ഇങ്ങനെ വയ്ക്കുമ്പോ ഇതിന്റെ എക്ലീസിയാസ്റ്റിക്കലി, സഭാപരമായി ഇതിന്റെ ചിത്രം പിതാക്കന്മാർ എങ്ങനെ പറയുന്നു? എന്താണെന്ന് അറിയുമോ? മണവാളൻ ക്രിസ്തുവെങ്കിൽ മണവാട്ടി സഭയാണ്. മണവാട്ടിയായിരിക്കുന്ന സഭയോട് പറയുന്നു, നീ കേൾക്കുക കുമാരി, നീ കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക,
നീ പിതൃജനത്തെ, സ്വന്തം ദേശത്തെ എല്ലാം വിടുക. എന്നാൽ രാജകുമാരൻ നിന്റെ ബ്യൂട്ടി, നിന്റെ മനോഹാരിത്വത്തെ ആകർഷകമാകും. ദൈവമക്കളെ, പിതാക്കന്മാർ ഒരു വാക്ക് കൂടി അതിൽ പഠിപ്പിക്കുന്നുണ്ട്. മണവാട്ടിയായി ദൈവത്തിൽ പ്രസവിച്ച മാതാവിനെയും അതിനോട് ചേർന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം. പരിശുദ്ധ അമ്മയോടുള്ള വാക്കുകളായി ഇതിനെ കാണുവാനും പഠിക്കുവാനും നമുക്ക് കഴിയണമെന്ന് പിതാക്കന്മാർ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അമ്മ ജനിക്കുന്നതിന് മുമ്പേ കോരകപുത്രന്മാർ എഴുതി ഇങ്ങനെ ചേർത്തു, അല്ലയോ കുമാരി, നീ കേൾക്കുക, നീ നോക്കുക, നീ ചെവി ചായ്ക്കുക, നീ മണവാളനെ ശ്രദ്ധിക്കുക. നീ ശ്രദ്ധിച്ചിട്ട് ചെവി ചായ്ച്ചിട്ട് പിതൃദേശത്തെ, ഭവനത്തെ എല്ലാം വിട്ടുക, മറക്കുക. എന്നിട്ട് പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഇങ്ങനെ കൃത്യമായി വചനത്തിലൂടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഈ രാത്രി നമുക്ക് ഈ വചനത്തെ സഭയോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ പിതാക്കന്മാർ പറഞ്ഞ ഈ വാചകത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ. ഇവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ കൂറിലോസ് എന്ന് പറയുന്ന പിതാവ് പറയുന്നു, യേശുക്രിസ്തുവിന്റെ വരവ്, സഭയുടെ അതിനു വേണ്ടിയിട്ടുള്ള വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, പ്രിപ്പറേഷൻ ആകുന്നു ഈ സങ്കീർത്തനത്തിലൂടെ നാം ധ്യാനിക്കേണ്ടത്. കർത്താവിന്റെ വരവും, കർത്താവിന്റെ വരവിന് വേണ്ടി മണവാട്ടിയായിരിക്കുന്ന സഭ എങ്ങനെ ഒരുങ്ങണം എന്നതിനെ കുറിച്ച് കൃത്യമായി ധ്യാനിക്കണമെന്ന് പിതാക്കന്മാർ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചുമ്മാ പാടി വിടുകയായിരുന്നു, അല്ലെ? വെറുതെ പാടി വിടുകയായിരുന്നു. എല്ലാ കുക്കിലിയോനും നമുക്ക് ബൈഹാർട്ടാണ്. മാതാവിന്റെ പകുതി കുക്കിലിയോൻ പരിശുദ്ധന്മാരുടെ കുക്കിലിയോട് ചേർത്ത് നമ്മൾ ചിലപ്പോൾ ചൊല്ലും, ചിലപ്പോൾ ഇങ്ങനെ ചൊല്ലി വിടുവാണ്. നമ്മളൊന്നും ഓർത്തോണ്ടല്ലോ, പക്ഷെ നല്ലതാണ്, തെറ്റായിട്ടൊന്നും അല്ല പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സുറിയാനി ഭാഷയിലെ വിദഗ്ധരായ പണ്ടത്തെ വല്യച്ഛന്മാര് സുറിയാനി പാടുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. തെറ്റായിട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന്റെ കൂടെ പാടി ഒപ്പിക്കും, അല്ലേ? പാടി ഒപ്പിക്കുമായിരുന്നു. അത് അച്ഛന്മാര് പാടിയാലും പുറകെ ഇരുന്ന ആൾക്കാരും പാടും. കറക്റ്റ് ആകണമെന്നില്ല, പക്ഷേ ആന്തരികമായ സത്തയും അവന്റെ ജീവിതത്തിലെ അധ്യാനവും കർത്താവിനെ കുറിച്ചുള്ളതാണ്. എന്റെ അച്ഛൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ വചനം വിശുദ്ധമായി നാം പഠിക്കുമ്പോൾ ഡിവൈൻ കോൾ, സഭയോടുള്ള ബന്ധത്തിൽ ഈ 45-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ കൃത്യമായി സ്വർഗത്തിന്റെ വിളിയാണ്, സ്വർഗത്തിന്റെ ആഹ്വാനമാണ്. ആരെയാണ് വിളിക്കുന്നത്? മണവാട്ടിയായിരിക്കുന്ന സഭയെ. ഏതാണ് മണവാട്ടിയായിരിക്കുന്ന സഭ? ക്രിസ്തുഗാത്രമായിരിക്കുന്ന ഞാനും നിങ്ങളും ചേരുന്ന സുറിയാനി സഭയുടെ പവിത്രതയിൽ ഊറ്റം കൊള്ളുന്ന എന്നോടും നിന്നോടും ഈ രാത്രി കർത്താവിന്റെ രക്ഷാകരമായ വചനം ഇങ്ങനെ സംവേദിക്കുന്നു. അല്ലയോ മകനെ, മകളെ, അല്ലയോ സഭയുടെ ഗാത്രമായി, സഭാഗാത്രമായിരിക്കുന്ന മണവാട്ടി, നീ കേൾക്കണം, നീ നോക്കണം, നീ അനുസരണയോടെ ചെവി ചായ്ക്കണം. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും നീ മറക്കണം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടും. അവൻ നിന്റെ കർത്താവാകയാൽ അവനെ നീ നമസ്കരിക്കണം. ദൈവമക്കളെ, ഈ വിളി നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. ലോകത്തിന്റെ ചിന്തകളെല്ലാം നമ്മൾ മാറ്റിക്കളയുക, ഉള്ളിൽ പ്രാർത്ഥിക്കുക. തമ്പുരാനെ, നീ എന്നോട് സംസാരിക്കണം. കർത്താവേ, വചന മുഖാന്തരം എന്റെ ജീവിതത്തിൽ എന്ത് ക്രമീകരണമാണ് വേണ്ടത്? എന്റെ അടുക്കലേക്ക് നീ വന്ന് എന്റെ കൂടെ ഇരുന്ന് കർത്താവേ എന്നോട് സംസാരിക്കണമെന്ന്. യേശുക്രിസ്തുവിന്റെ ജന്മത്തോടനുബന്ധിച്ച് ആ ഗ്രാമത്തിൽ, നസ്രത്ത് ഗ്രാമത്തിൽ, ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. എന്താണെന്നറിയോ?
അമ്മയുടെ കൈ പിടിച്ച് യേശു കർത്താവ് എഴുന്നേൽക്കുകയും നടക്കുകയും മുറ്റത്തൂടെ ഓടുകയൊക്കെ ചെയ്യുമ്പോ അതിലൂടെ പോകുന്ന ആളുകളെല്ലാം കർത്താവിനെ കാണും, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ല് പോലെ എഴുതി ചേർത്തത്: നിന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ഭാരം വന്നാലും, നസ്രയത്തിലെ മറിയുടെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നീ ഒന്ന് പോയി നോക്കുക, ആ കുഞ്ഞിനെ ഒന്ന് കാണുക. നിന്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അവിടെ മാറ്റപ്പെടും. നമ്മൾ അങ്ങനെയല്ലേ? ഒത്തിരി വിഷം വരുമ്പോ കൊച്ചു കുഞ്ഞിനെ, കൊച്ചു മക്കളെ, ഗ്രാൻഡ് ചിൽഡ്രനെ കയ്യിലെടുക്കുമ്പോ, അവരുടെ മുഖത്ത് നോക്കുമ്പോ, അവരെ പുഞ്ചിക്കുമ്പോ, അവരുടെ നെഞ്ചത്ത് കിടത്തി അവരെ താലോലിക്കുമ്പോ, വാത്സല്യം കൊടുക്കുമ്പോ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കും. അതുകൊണ്ട് ആ പഴഞ്ചൊല്ലി അന്വർത്ഥമാകണം. എന്താണ്? നസ്രയത്തിലെ മറിയയുടെ മകന്റെ മുഖത്തേക്ക് ഈ രാത്രി നോക്കുവാൻ നമുക്ക് സാധിക്കും. കൃത്യമായി വചനം പറയുന്നു, ഇത് നിന്നോടുള്ള ദൈവികമായ വിളിയാണ്. സെന്റ് മേരീസ് ഇടവകയിലെ ഓരോ മക്കളോടുമുള്ള ദൈവിക വിളിയാണിത്. നോക്കുക, നീ കേൾക്കുക, ചെവി ചായിക്കുക. നിന്റെ ജനത്തെയും നിന്റെ പിതൃഭവനത്തെയും നീ മറക്കുക എന്നുള്ളത്. ഒന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് എടുക്കാം. ദൈവികമായി വിളിയെ നീ കേൾക്കുക. കേൾക്കുക എന്ന് പറയുന്ന വേദഭാഗത്തിന് പിതാക്കന്മാരിലൂടെ ഒരു പഠനങ്ങളിലൂടെ പഠിക്കുമ്പോ ധാരാളം അർത്ഥങ്ങൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ബൈബിളിലും വേദപുസ്തകത്തിലും ഒക്കെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ വചനത്തിന് ചെവിയോർക്കുക, കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാവരും വചനം വായിക്കുന്നവരാണ്, അല്ലേ? ദിവസം വായിക്കുന്നവരല്ല, ആരും വായിക്കാത്തവരില്ല. എന്റെ ഗ്രാൻഡ് അമ്മച്ചിയുടെ അമ്മ മരിച്ചുപോയി. അമ്മ എപ്പോഴും ബൈബിളുമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അമ്മയുടെ കട്ടിലിന്റെ ചുവട്ടിലും പോകുന്നിടത്തും അടുക്കളയിലും ഒക്കെ ഒരു ബൈബിൾ ഉണ്ടാവും, പഴയ ബൈബിൾ. അതിന്റെ പേജെല്ലാം തീർന്നതാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പായി ബൈബിൾ വായിക്കുമായിരുന്നു അമ്മ. ഒരു ദിവസം ഞാൻ അവിടെ ഉച്ചയ്ക്ക് ചെന്നപ്പോ അമ്മച്ചിങ്ങനെ ബൈബിൾ വായിക്കണം. എന്തോ ചാച്ചന്മാർ അങ്കിൾമാരൊക്കെ എന്തെങ്കിലും പ്രശ്നമായി അമ്മ ഭയങ്കര വറിയായിട്ടിരിക്കുന്ന ഒരു സമയമായി, വിഷമത്തിലായി. വേദോസം ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ തുറന്നു, വേദോസം തുറന്നു വായിച്ചു. അമ്മ ഒന്നും വിടുന്നില്ല. ചോദിച്ചു, അമ്മച്ചി എന്ത് പറ്റി? അമ്മയ്ക്ക് എന്താണ് വിഷമം? അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആദ്യം വീണ്ടും ഒന്നോടെ അടച്ചു, ധ്യാനിച്ചു, തുറന്നു വായിച്ചു. വീണ്ടും സങ്കടമായി. 2-3 പ്രാവശ്യം ചെയ്തു. ഇപ്പൊ ചോദിച്ചു, എന്താ പ്രശ്നം അമ്മച്ചിക്ക്? പറഞ്ഞിങ്ങനെ മൂത്ത ചാച്ചൻ വഴക്ക് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കുമ്പോഴാണ് ഒരു ആശ്വാസമുള്ളത്. ഇപ്പൊ ഞാനിങ്ങനെ ബൈബിൾ വായിക്കുകയായിരുന്നു. ഒരാശ്വാസം എനിക്ക് കിട്ടിയില്ല മോനെ എന്ന് പറഞ്ഞു. എന്തായാലും ആദ്യം അമ്മ തുറന്നപ്പോ കിട്ടിയത് യൂദ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ള വേദഭാഗമായിരുന്നു. സ്വാഭാവികമായിട്ടും ആർക്കും ഒരു സന്തോഷം നൽകുന്ന ഒന്നല്ല. രണ്ടാമത് അമ്മ അടച്ചിട്ട് ധ്യാനിച്ച് തുറന്നു കിട്ടിയത് നീയും അങ്ങനെ പോയി ചെയ്യുവീൻ എന്നുള്ള വചനമാണ്. മൂന്നാമത്തെ പ്രാവശ്യം അല്പം ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്ന് നനച്ച് ബൈബിൾ തുറന്നപ്പോൾ വായിച്ചത്, വൈകിക്കരുത്, നീ പോയി ചെയ്യുക. ദൈവമക്കളെ, ഇത്തരത്തിലാണ് നമ്മുടെ ബൈബിൾ വായനകളൊക്കെ. ദൈവത്തിന്റെ വിളി വചനത്തോട് ചേർന്ന് എന്താണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി, അതിനെ തിരിച്ചറിയുവാൻ വചന കേൾവിയിലൂടെ നിനക്ക് സാധിക്കണം. ദൈവവിളിയെ കേൾക്കുവാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തെ ശ്രദ്ധയോടെ നാം നോക്കുമ്പോഴും ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോഴുമാണ്. അതുകൊണ്ട് ഈ രാത്രി ദൈവിക വിളിക്ക് ചെവി കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 46-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 46-ാം അധ്യായം 10-ാം വാക്യം: നിശബ്ദരായിരിക്കുക, ഞാൻ ദൈവമെന്ന് അറിയുക. നീ ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ തിക്കിലും തിരക്കിലും പെടാതെ നിശാന്തമായി നിശബ്ദമായി നീ ഇരുന്ന് ഞാൻ ദൈവമെന്നറിയണമെന്ന് വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ
ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശാന്തത അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. വലിയ തിരക്കിന്റെയും കോലാഹലത്തിന്റെയും നടുവിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പരസ്പരം അറിയുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ദുഃഖങ്ങൾ പങ്കിടുവാൻ പോലും നമുക്ക് സമയമില്ലാത്തൊരു വല്ലാത്ത കാലഘട്ടം. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ കാലഘട്ടത്തിൽ കൃത്യമായി പാലിച്ചിരുന്ന സമയവും ദൂരവും ഒക്കെ ഇപ്പോഴും നാം പാലിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പരസ്പരം സങ്കടങ്ങളെ പങ്കിടുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും അതിന്റെ ഒരു പരിധിയിൽ നിന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് വളരുവാനോ പ്രാർത്ഥിക്കുവാനോ നമുക്ക് കഴിയാതെ പോകുന്നു. പരസ്പരം സ്നേഹം പങ്കിടേണ്ട ഹൃദയങ്ങളൊക്കെയും ഫറവോന്റെ ഹൃദയം പോലെ ഇന്ന് കഠിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനം കൃത്യമായി നിന്നോട് പറയുന്നു, നീ കേൾക്കണം ദൈവത്തിന്റെ ശബ്ദം. നീ ശ്രദ്ധയോടെ കേൾക്കണം ദൈവത്തിന്റെ ശബ്ദം. നീ നിശബ്ദനായിരുന്ന്, നീ നിശബ്ദയായിരുന്ന് നീ ഞാൻ ദൈവമെന്നറിയുവാൻ തക്കവണ്ണം ഇന്നലകളെ കുറിച്ച് ബോധ്യമുള്ള മക്കളായി തീരണമെന്ന് വചനം പറയുകയാണ്. ദൈവമക്കളെ, ഈ കലഹത്തിന്റെ കോലാഹലങ്ങളുടെ ബഹളത്തിന്റെ നടുവിലൊക്കെ ദൈവവചനത്തെ, ശുശ്രൂഷകളെ വേണ്ടുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ അച്ഛൻ ചോദിക്കുകയാണ്. ഏതിനോ വേണ്ടി നമ്മൾ ഓടുകയാണ്. ലോകത്തിന്റെ പിന്നാമ്പുറത്ത് അനേക പൈശാചികമായ സ്വാധീനങ്ങൾ വളർന്നു വരുമ്പോ അതിലെല്ലാം പെട്ട് മനുഷ്യൻ ഓടുകയാണ്. ദൈവവചന കൃത്യതയോടെ പ്രാർത്ഥിക്കുവാനോ കേൾക്കുവാനോ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായി പ്രാർത്ഥിക്കുവാൻ, കൃത്യമായി വചന കേൾവിക്ക് ഇരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് അമ്മ എന്ത് കേട്ടത്? പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടുന്നേര് ദൂതൻ. പ്രാർത്ഥിക്കുവാനായി അമ്മ ദൈവസന്നിധി മുട്ടുമടക്കിയപ്പോഴാണ് ഗബ്രിയേൽ വന്ന് അമ്മയോട് ഇത് പറയുന്നത്. ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവിക ശബ്ദം കേൾക്കുവാൻ, കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ഏതെങ്കിലും വിധത്തിലുള്ള ഭാരങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ ഈ രാത്രി വചനം പറയുന്നു, നീ അതിനെല്ലാം മാറ്റി അതിജീവിച്ച് വചനത്തെ കേൾക്കുവാൻ, ആരാധനയെ കേൾക്കുവാൻ, ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ നിനക്ക് സാധിക്കണം. അല്ലയോ? കേൾക്കുക. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട അനേകം മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ഒന്നൊന്നായി വായിച്ച് നാം മറിക്കുമ്പോൾ ആ വചനരീതിയിലൊക്കെ നാം ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവിയോർത്ത് അനേക ആളുകളെ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ ശബ്ദമായി നാം കേൾക്കുന്ന ഒരു ദൈവികമായ വിളിയുണ്ട്. എന്താണത്? ആദമേ നീ എവിടെ? ഓദം സോയിലെ മണ്ണെടുത്ത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ആദമിനെ മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാൻ കൃത്യമായി പരദീസയുടെ അവകാശിയാക്കുവാൻ അവനെ ചേർത്ത് വെക്കുമ്പോ അവനൊരു ജീവിത പങ്കാളിയെ കൊടുത്തു, ഹവ്വയെ. എന്നിട്ടൊരു ദൈവിക കൽപ്പനയും അവരുടെ ജീവിതത്തിലേക്ക് ബന്ധിച്ചു കൊടുത്തു. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തെ നിങ്ങൾ ഭക്ഷിക്കരുത്, ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തെ നിങ്ങൾ ഒഴിവാക്കണം. ദൈവമക്കളെ, എന്നാൽ സാത്താന്റെ സ്വാധീന മുഖാന്തരം ലോകത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോ ഹവ്വയും ആദമും പാപത്തിന്റെ പിടിയിൽപ്പെട്ട് തേജസ് നഷ്ടപ്പെട്ടവരായി നഗ്നത ബോധ്യം വന്നപ്പോൾ, നഗ്നരെന്ന ബോധ്യം വന്നപ്പോൾ വൃക്ഷത്തിന്റെ പിന്നാമ്പുറത്ത് എന്നും സായം സന്ധ്യയിൽ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന പിതാവാൻ ദൈവം വന്ന് അവരെ വിളിക്കുന്നു, ആദമേ നീ എവിടെയാ? ഉത്തരം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തേജസ് നഷ്ടപ്പെട്ടവരായി
അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടവരായി നഗ്നനെന്ന് ബോധ്യപ്പെടുത്തി മരവിന് ചുറ്റി മരത്തിന്റെ പിന്നാലെ അവരിയ്ക്കുമ്പോ ആ വിളിക്ക് ചെവിയോർക്കുവാൻ 2025 8 നോമ്പിൽ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ആദമേ, നീ എവിടെ? ഈ ചോദ്യം ഇടവകയിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും വളരെ ആഴത്തിൽ കടന്നു ചെല്ലുന്ന ഒന്നാണ്, പെനട്രേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് പാപം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പാപത്തെയും സംസ്കാരത്തെയും വിവേചിച്ചറിയാൻ സാധിക്കാത്ത ഒരു തലമുറയുടെ നടുവിലാണ് പഴയ തലമുറകളായിരിക്കും നിങ്ങൾ ജീവിത വിശുദ്ധിയോടെ മുന്നോട്ട് പോകുന്നത്. അതിന്റെ നടുവിൽ ആധുനിക ലോകത്തെ നോക്കി, എന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളെ നോക്കി, സുറിയാനി സഭയെ നോക്കി, ഇതാ ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയുന്നു, കേൾക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആദമേ, നീ എവിടെ? നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഭൗതികതയുടെ ആത്മാവിൽ ജീവിത വിശുദ്ധി എന്തെന്ന് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുമ്പോ സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും ധനത്തിന്റെ പിന്നാലെ പാഞ്ഞു പോകുമ്പോ ഒരു വെല്ലുവിളിയായി ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കുവാൻ ഇടയായിട്ടുണ്ടോ? ആദമേ, നീ എവിടെയെന്ന് യഥാസ്ഥാനപ്പെടണം മക്കളെ. നമുക്കൊന്ന് പുനഃപരിശോധിക്കുവാൻ സാധിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പ്രായമോ സ്ഥാനമാനങ്ങളോ ബാധകമല്ലെന്ന് കൃത്യമായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എഫ്രയീം മലനാട്ടിൽ അവിടെ ഏൽക്കാന എന്ന് പറയുന്ന മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹന്നയും രണ്ടാമത്തേത് പെനീനയും. ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അന്നയായിരുന്നു. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ആണ്ടുതോറും വേദനയോടെ ദൈവത്തിന്റെ ആലയത്തിൽ ഇതുപോലെ നമ്മുടെ മനോഹരമായ ശീലോം ദേവാലയത്തിൽ പോയി ഒരു വഴിപാട് അർപ്പിക്കുമായിരുന്നു. അവളുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അത്? അവൾക്കൊരു കുഞ്ഞിനെ ലഭിക്കണം. അവിടെ ചെന്ന് എന്നും പ്രാർത്ഥിക്കും. ആണ്ടുതോറും വഴിപാട് അർപ്പിക്കുവാൻ കടന്നു പോകും. ആണ്ടുതോറും നിങ്ങൾ 8 നോമ്പ് നോക്കുന്നില്ലേ? ആണ്ടുതോറും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകളെ, മകനെ, 8 നോമ്പ് നോക്കി പ്രാർത്ഥനയോടെ വഴിപാടുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോ അത് കൃത്യമായി തമ്പുരാൻ കേട്ട് ഉത്തരമരണമെന്നുള്ള ആ വാക്കിന് നീ ചെവി കൊടുത്താൽ ഉത്തരം നൽകുമെന്നുള്ള വലിയൊരു ദൃഷ്ടാന്തമാണ് ഹന്ന ഇവിടെ നൽകുന്നത്. ഹന്ന ആണ്ടുതോറും അവിടെ പോകും, പ്രാർത്ഥിക്കും, വഴിപാടർപ്പിക്കും. അവിടെ ചെന്നിട്ട് സാക്ഷ്യകൂടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ, യഹോവയായ കർത്താവേ, എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ ഒരായുസ് മുഴുവനും നിനക്കായി ഞാൻ നൽകും. എന്തൊരു വഴിപാടാണ്! എനിക്കൊരു കുഞ്ഞിനെ നൽകിയാൽ അവന്റെ ആയുസ് മുഴുവനും നിന്റെ സന്നിധിയിലായിരിക്കും. അവൻ നിനക്ക് വേണ്ടിയിട്ടുള്ളവനാണ്. ഞാൻ നിനക്കായി അവനെ സമർപ്പിക്കും. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായപ്പോ നിങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടോ? ഉണ്ടോ? അതാ എന്ത് സങ്കടം അമ്മമാർക്ക്. വിളിക്കുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, വരുന്നില്ല. എൻ്റെ ഇടവകയിൽ ഒരു വീട്ടിൽ ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആന്റിയായിട്ട് സംസാരിച്ചു തന്ന മതേഷ്ടെ ആയിരുന്നു. അപ്പൊ ആന്റിയുടെ ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും. ഇപ്പൊ എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കാൻ അമ്മ ചോദിച്ചു, ആന്റി ആരാ? മോനാ, കെവിനാണ്. കെവിൻ എന്തി? കെവിൻ മോളിൽ കിടക്കുന്നുണ്ട് അപ്സ്റ്റെയറിൽ. താഴെ അമ്മയുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഹാപ്പി മദേഴ്സ് ഡേ മാം. ദൈവമക്കളെ, ബന്ധങ്ങൾ വേരോടെ അറ്റുപോയില്ലേ? ഒരു തലമുറ മുഴുവനും ദൈവാലയത്തിൽ നിന്ന് അകന്നു പോയില്ലേ? എന്താണ് പ്രശ്നം? ഹന്നയെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ വീണുപോയി. എന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ പ്രായമോ സ്ഥാനമാനങ്ങളോ ഒന്നും നമുക്ക് എതിരല്ല, ബാധകമല്ല. ഈ രാത്രി നീ ഇരിക്കുന്ന ഇടത്ത് ഹന്നയെ പോലെ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, എന്റെ കുഞ്ഞിനെ, എന്റെ ജീവിതത്തെ, എന്റെ തലമുറയെ നിന്നോട് ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 8 നോമ്പിൽ ഇത് സാധ്യതമാക്കണമെന്ന്
നീ പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ട മകനെ മകളെ, തമ്പുരാൻ വലിയവനായി തമ്പുരാൻ നിന്റെ ദൈവത്തിന്റെ ശബ്ദത്താൽ നിന്റെ മക്കളെ, കുഞ്ഞുങ്ങളെ, തലമുറയെ കാൽവരിയിലെ കുരിശിനോട് ചേർത്ത് വെക്കും. ഹന്ന പ്രാർത്ഥിച്ചു. അവൾക്കൊരു കുഞ്ഞിനുണ്ടായി അല്ലേ? ആരായിരുന്നു അത്? ശമൂവേൽ. ഹന്നയെ പോലെ പ്രാർത്ഥിച്ചാൽ ശമൂവേലിനെ പോലെ ഒരു കുഞ്ഞിനെ തമ്പുരാൻ നൽകും. ശമൂവേലിനെ നൽകി. അവൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എൽഹാനയെ കൂട്ടി ആ ദേവാലയത്തിലേക്ക് ചെന്ന് ഏലി പുരോഹിതന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞാൻ നോമ്പ് നോക്കി പ്രാർത്ഥിച്ച വിശുദ്ധാരാധനയിൽ പങ്കെടുത്ത് എനിക്ക് ലഭിച്ചതാ. ഇവൻ ഇവിടെ വളരും. അവിടെ വളർന്നു. ബാലനായിരിക്കുന്ന ശമൂവേൽ പ്രാർത്ഥന നടത്തും, സന്ധ്യാപ്രാർത്ഥന നടത്തും, സൂത്താന പ്രാർത്ഥന നടത്തും. ആ സാക്ഷ്യ കൂടാരത്തിനടുക്കൽ ഒരു രാത്രി അതിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചുറങ്ങാൻ കിടന്നു. ഒരു ശബ്ദം കേട്ടു, ശമൂവേലേ, ശമൂവേലേ. അവൻ ചെവിയോർത്തു, ശമൂവേലേ. ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛന, ഞാനൊരു ശബ്ദം കേൾക്കുന്നു, എന്നെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. നീ പോയി ശാന്തമായി കിടന്നുറങ്ങുക. അവൻ വീണ്ടും പോയി കിടന്നു. വീണ്ടും കേട്ടു, ശമൂവേൽ. പുരോഹിതന്റെ അടുക്കൽ ചെന്നു. അച്ഛൻ എന്നെ വിളിച്ചോ? ഇല്ല. അച്ഛന് പുരോഹിതന് മനസ്സിലായി. അച്ഛൻ പറഞ്ഞു, ഇനി ആ വിളി കേൾക്കുമ്പോ കർത്താവേ അരുളി ചെയ്യണമേ, അടിയനിതാ എന്ന് പറയണം, അടിയനിതാ എന്ന് പറയണം. അവൻ ചെന്നുറങ്ങി. ആ ഉറക്കത്തിൽ അവൻ കേട്ടു, ശമൂവേൽ, ശമൂവേൽ. അവൻ പറഞ്ഞു, എന്റെ കർത്താവേ അടിയനിതാ, എന്നോട് ഉത്തരമല്ലണമേ. ഇതാ എന്റെ ദൈവത്തിനു വേണ്ടി ശമൂവേൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടു. ഈ രാത്രി അച്ഛൻ പറയട്ടെ, ദൈവാലയ അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, സാക്ഷ്യകൂടാരത്തിന്റെ ദീപം കെട്ടുപോകാത്ത വിധത്തിൽ അവൻ ഉറക്കത്തിൽ പ്രാർത്ഥിച്ച് ഉറക്കത്തിലേക്ക് കടക്കുമ്പോ ശമൂവേലേ എന്നുള്ള വിളി അവൻ കേട്ടെങ്കിൽ, ഈ രാത്രി അച്ഛൻ പറയട്ടെ, ഇന്ന് നിന്നോട് പറയുന്നു, കർത്താവിന്റെ രക്ഷാകരമായ വചനം പറയുന്നു, ഈ ദൈവ ശബ്ദത്തെ നീ കേൾക്കുക. അല്ലയോ മണവാട്ടിയായിരിക്കുന്ന സഭയെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ വണ്ണം നിന്റെ ചെവി മന്ദമായിട്ടുണ്ടെങ്കിൽ നീ കേൾക്കുക. ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്ന് നീ മാറി നിൽക്കുക. നിശാന്തമായി ഞാൻ ദൈവം എന്നറിയുക. നീ കേൾക്കുക ശമൂവേലിനെ പോലെ. ദൈവമക്കളെ, പരിശുദ്ധ സഭയുടെ ആരാധനയിൽ, കുർബാനകളിൽ, പ്രാർത്ഥനകളിലെല്ലാം ഈ ദൈവവിളിയെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇവിടെ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് എവങ്കേലിയം വായിക്കുമ്പോ കപ്പ്യാര് പറയുന്നില്ലേ, എന്താണ്? നാം അടക്കത്തോടും വൈകത്തോടും വണക്കത്തോടും വിറ അതിൻ്റെ അകത്തില്ല. ചെവി കൊടുത്ത് നമ്മുടെ ഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വചനത്തെ കേൾക്കണം. കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ നമ്മൾ വരാറ്, അതുകൊണ്ട് കേൾക്കാറില്ല. കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ സഭയുടെ ആരാധനകൾ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. പിന്നീട് പറയുന്നത്, ഞാൻ അവരെ അറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. ഈ രാത്രി 8 നോമ്പിന്റെ 4-ാം ദിനം ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, സോഷ്യൽ മീഡിയ വല്ലാതെ നമ്മളെ അടിമത്തത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇന്ന് മൊബൈലുമായി കൊണ്ടുപോകാത്തൊരു സ്ഥലം ഇല്ല. ഇന്ന് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ വാത്സല്യം കൊടുക്കുന്നതും താലോലിക്കുന്നതും മൊബൈലിനെയാണ്. യാത്രകളിൽ നമ്മുടെ ഇവൻ പ്രൈവറ്റ് ആയിട്ട് വാഷ്റൂമിൽ പോകുമ്പോൾ പോലും നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളാണ് ഇതിന് അഡിക്റ്റഡാണ്. അവരുടെ പഠനം അതിലാണ്, എക്സാം അതിലാണ്, എന്റർടൈൻമെന്റ് അതിലാണ്, യാത്രകൾ അതിലാണ്, എല്ലാം അതിലാണ്.
ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് സോഷ്യൽ മീഡിയകളിൽ. ഒരു അമ്മയുടെ സങ്കടം ഇങ്ങനെ എഴുതി വായിച്ചത് കേട്ടു. എന്റെ കുഞ്ഞ് ഉറങ്ങുമ്പോൾ മൊബൈലിലാണ്, എണീക്കുമ്പോൾ മൊബൈലിലാണ്, ബ്രേക്ക്ഫാസ്റ്റിന് മൊബൈലിലാണ്, ലഞ്ചിന് മൊബൈലിലാണ്, സ്കൂളിൽ പോകുമ്പോൾ മൊബൈലിലാണ്, കുളിക്കുമ്പോൾ വാഷ്റൂമിൽ മൊബൈലിലാണ്. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ മാത്രം അവള് കേൾക്കാറില്ല. ദൈവങ്ങൾ, എന്തൊരു വേദനയാണത്. സ്വന്തം അമ്മയുടെ ശബ്ദം കേൾക്കാൻ, അപ്പന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകാത്ത വിധത്തിൽ ലോകം കീഴ്മേൽ മറഞ്ഞുപോയി. ഈ രാത്രി ലോകത്തിന്റെ വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നു എങ്കിൽ ശമൂവേലിനെ പോലെ പറയണം, എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കണമെന്ന്. ഒരു സംഭവം കൂടി, 2 അനുഭവങ്ങൾ കൂടി പറഞ്ഞ് മുന്നോട്ട് പോകാം. അച്ഛൻ 2014-15 കാലഘട്ടത്തിൽ ടൊറന്റോയിലെ മദർ ചർച്ച് ആയിട്ടുള്ള സെന്റ് മേരീസ് പള്ളിയിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അവിടെ ഒരു ക്രിസ്മസിൽ സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. 47 കിലോമീറ്റർ എന്റെ വീട്ടിലേക്കുണ്ട്. ആ പള്ളിയിൽ അന്ന് ഇപ്പൊ പള്ളി മാറി, ഇപ്പൊ ഭയങ്കരമായി സ്നോ പെയ്യുന്നു. നമുക്കറിയാം അവിടെ തണുപ്പിന്റെ ഇടമാണ്. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോ പള്ളിയിൽ കുറച്ചു പേരുള്ള ഞങ്ങൾ യാത്ര പറഞ്ഞു പോയി. പോകുന്ന വഴിക്ക് എനിക്കൊരു ടെലിഫോൺ വന്നു. ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു എന്റെ മോനാണ്. ഞാൻ ചോദിച്ചു, എന്താണ് മോനെ? എനിക്ക് അച്ഛനെ ഉടനടി കാണണം. ഞാൻ പറഞ്ഞു, സാധിക്കില്ല, നാളെ വരിക. അല്ല, എനിക്ക് ഇന്ന് വരണം, ഞാൻ പള്ളിയിലേക്ക് വരുന്ന വഴിയാണ്, സ്നോ പെയ്യുന്നു, ഹെവി സ്നോയാണ്, പക്ഷെ എനിക്ക് വൈകിപ്പോയി, സന്ധ്യാപ്രാർത്ഥന സമയം അറിയായിരുന്നു. പിന്നെ ഞാൻ പോന്നു, 2 അരമണിക്കൂറോളം ഞാൻ യാത്ര ചെയ്ത് പോന്നു. നീ കാണാനായിട്ട് ഇനി തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരിക. ഇല്ലച്ചാ, ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഞാൻ രാവിലെ വരാം. ഞാനിതൊന്നും ആ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കാതെ തിരിച്ചു വീട്ടിൽ പോയി. രാവിലെ ഞാനും കുടുംബവും എന്റെ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മുറ്റം നിറച്ച് സ്നോയാണ്. ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുന്നുപോലെ സ്നോ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വയ്യ വാൾ തുറന്ന് പള്ളിക്കകത്തേക്ക് ചെന്ന് ഈ മകൻ കടന്നു വന്നു. അവനോട് പറഞ്ഞ് എന്റെ പേര് ഇന്നതാണ്. ചോദിച്ചു, എന്താ വിശേഷം? എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഓക്കെ, കുമ്പസാരിക്കാം. അതിന്റെ കുമ്പസാരത്തിന്റെ ഓറിയന്റേഷൻ പ്രിപ്പറേഷൻ എല്ലാം പറയുമ്പോൾ അവനെ എങ്ങനെ ഇടിച്ച് കരയുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്താ അതിന്റെ പ്രശ്നം? അച്ഛൻ, ഞാൻ 3 വർഷമായി എൻ്റെ വീട്ടിൽ നിന്ന് നയാഗ്രയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ വന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയത്? അവനങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവന്റെ പഠനങ്ങളെല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോയി. എക്സാമിനേഷൻ എല്ലാം തോറ്റു. അവനവിടുത്തെ കസിനോയിൽ അവൻ ജോലിക്കായി കയറി പാർട്ട്. അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട് അവൻ ശേഖരിച്ചതെല്ലാം കൈമോശം വന്നുപോയി. ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു. മദ്യപാനവും മയക്കുമരുന്നുമായി ഒരു ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ രാത്രിയുടെ യാമങ്ങളിൽ നയാഗ്രയുടെ വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുമുഖം നടക്കാൻ തുടങ്ങി. അവൻ അമ്മയെ വിളിക്കാൻ അവന് കഴിയുന്നില്ല. മമ്മിയോട് സംസാരിച്ചിട്ട് 6 മാസമായി അവൻ പറഞ്ഞു. മമ്മിയോട് എല്ലാ ദിവസവും ടെലിഫോൺ കോളിൽ വരും. മമ്മി ഇങ്ങനെ വാട്സപ്പിൽ എഴുതി എല്ലാ ദിവസവും എഴുതി വിടും. ഒരു നാളിൽ തമ്പുരാന്റെ ശബ്ദം നീ കേൾക്കും. ഒരു നാളിൽ നീ എന്നെ വിളിക്കും, മോനെ, നിനക്കൊന്നും സംഭവിക്കില്ല, നീ പ്രാർത്ഥിച്ചാൽ മതി. അമ്മയോട് അപ്പയോട് നീ സംസാരിക്കണ്ട. നീ അവിടെ സുഖമായിരിക്കുന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നീ വിളിക്കണ്ട, നീ സുഖമാണ് എന്നുള്ളതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അവൻ പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ വിളിക്കണം. അമ്മയെ വിളിക്കണം മോനെ, അച്ഛൻ വിളിച്ചതല്ല, എനിക്ക് കുമ്പസാരിച്ചിട്ട് എന്റെ അമ്മയെ വിളിക്കണം. കുമ്പസാരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ കുമ്പസാരത്തിൽ, ഞങ്ങളുടെ കുമ്പസാരത്തിൽ കേൾക്കുന്ന എത്രയും സത്യസന്ധമായ കുമ്പസാരം. ആ മകൻ ചെയ്തു പോയ ഓരോ പാപ വഴികളും ഒന്നൊന്നായി പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, എനിക്ക് ഇതിൽ നിന്ന് വിമോചനമുണ്ടോ? ഏതെല്ലാം തെറ്റുകളിലേക്ക് കടന്നു പോകാം? അമ്മയെ വിട്ട്, അപ്പനെ വിട്ട് ഏതെല്ലാം തെറ്റുകളിലേക്ക് അവന് കടന്നു പോകാമോ അതിന്റെ ആഴത്തിലേക്ക് അവൻ പോയി ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ച് അവൻ വരികയാണ്. പറഞ്ഞു, മോനെ, അവനെ ചേർത്ത് നിർത്തി ഒരു വാത്സല്യത്തോടെ അവൻ ഉപദേശിച്ചു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് അവൻ കുർബാന അനുഭവിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ കൈ വിറയ്ക്കുന്ന കരങ്ങളുമായി എന്റെ അടുക്കൽ വന്ന് എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛനെ ഞാൻ കെട്ടിപ്പിടിക്കൂ. ചേർത്ത് പിടിച്ചു. എന്റെ അമ്മയെ എനിക്കൊന്ന് വിളിച്ചു തന്നെ. പ്രിയമുള്ളവരെ, ഞാൻ ആ അമ്മയെ വിളിച്ചു.
ആ മമ്മി എന്നോട് ആദ്യമേ ചോദിച്ചെന്താന്നറിയാം, ഞാൻ അവരുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. മമ്മി എന്നോട് ആദ്യം ചോദിച്ചു, അച്ഛനല്ലേ ഇത്? ഞാൻ പറഞ്ഞു അച്ഛനാണ്. അപ്പൊ മമ്മി പറയാം, എനിക്കറിയാം എന്റെ മോൻ കൃത്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന്. അവൻ ദൈവത്തിന്റെ വചനത്തിന് ചെവിയോർക്കുമെന്ന്. ഇന്ന് അവൻ വിവാഹിതനായി സന്തോഷത്തോടെ ടൊറന്റോയിൽ താമസിക്കുന്നു. അച്ഛൻ പറയട്ടെ, ഒരു തലമുറ ഒരുപക്ഷെ കൈമോശം വിട്ടുപോയി എന്നൊക്കെ ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോ അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയുണ്ട്. ഇന്ന് അമ്മ എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ ഹന്നയെ പോലെ നീ പ്രാർത്ഥിച്ചാൽ, ദൈവികമായ ശബ്ദത്തിന് നീ ചെവിയോർത്താൽ കേൾക്കുക. അല്ലയോ മണവാട്ടി, നീ കേൾക്കുക. ഈ മണവാളനെ കുറിച്ച്, മനോഹരമായ മണവാളന്റെ ജീവിതത്തെ കുറിച്ച്, അവന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച്, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുവാൻ ഈ രാത്രി നീ ചെവി കൊടുത്താൽ, അവരുടെ വചനം പറയുന്നു, എന്റെ ശബ്ദം ആളുകൾ കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു. ഒരു വലിയ സംരക്ഷണത്തിന്റെ നടുവിലേക്ക് തമ്പുരാൻ നിന്നെ കൊണ്ടുപോകും. ഒന്നാമത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കട്ടെ, നീ കേൾക്കുക. അല്ലയോ കുമാരി, നീ കേൾക്കുക, നീ നോക്കുക, ചെവി ചായിക്കുക. സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും നീ വിടുക. ഇതാണ് വചനം പറയുന്നത്. രണ്ടാമത് പറയുന്നു, നോക്കുക. എങ്ങോട്ടാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത്? മണവാട്ടിയായിരിക്കുന്ന സഭയോട് കോരകപുത്രന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായും വ്യക്തമായും ആ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. അല്ലയോ മണവാട്ടിയായിരിക്കുന്ന സഭയെ, നീ നോക്കുക. ഇതാ പിതാവ് പഠിപ്പിച്ചതുപോലെ, സുറിയാനി സഭ പിതാക്കന്മാർ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിപ്പിച്ചതുപോലെ, മണവാട്ടിയായിരിക്കുന്ന സഭയോട് ചേർത്ത് പറഞ്ഞതുപോലെ, ക്രിസ്തുവിന്റെ ഉദരത്തിൽ പേറുവാനുള്ള മറിയമേ, സഭാമാതാവേ, നീ നോക്കുക. അവൾ നോക്കി. അവൾ കർത്താവിന്റെ വചനത്തിന് ചെവിയോർത്തു പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ മുന്നിൽ ഒളിക്കുന്നപ്പോൾ അവൾ നോക്കി ദൈവസന്നിധിയിലേക്ക്. ദൈവമക്കളെ, 45-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ വരുത്തുവാൻ സാധിക്കുന്നതാകണം. അതുകൊണ്ട് നോക്കണം. എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ തുറന്ന്, ഉൾക്കണ്ണുകളെ തുറന്ന് ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം. ദൈവികമായ മഹത്വങ്ങളെ കാണുന്നതാകണം നമ്മുടെ ആന്തരികമായ ഉൾക്കാഴ്ച. ബാഹ്യമായ കാഴ്ചകളെല്ലാം ഈ ലോകത്തിന്റെ സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ രാത്രി വളരെ കൃത്യമായി വചനം പറയുന്നു, ആന്തരികമായ കണ്ണുകളെ നീ തുറന്ന് നീ നോക്കണം, ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ അവിടെ കാണുന്നുണ്ട്. നമുക്ക് ചേർന്ന് വായിക്കാം. അല്ലയോ കുമാരി, നീ നോക്കുക. വീണ്ടും പറയുന്നു, എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം നമ്മൾ നോക്കേണ്ടത്? നമ്മൾ എന്താണ് ഈ മഹിമയെ കാണുന്നത്? വചനം പറയുന്നു, യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മന്ദിരത്തിൽ നിറയ്ക്കുവാൻ തക്കവണ്ണം അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മനോഹരമായിരുന്നു. താഴെ ദൈവത്തെ മുഖാമുഖം കണ്ട യെശയ്യാ ഇങ്ങനെ പറയുകയാണ്, സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുവന് 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു വന്നു. എന്നിട്ട് പരസ്പരം ഓരോരുവനോട്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. വചനം നിങ്ങൾ അങ്ങനെ കേൾക്കുക ഒരിക്കൽ കൂടി.
സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനം എവിടെയെങ്കിലും നമ്മൾ പറയാറുണ്ടോ? രാവിലെ പ്രഭാത പ്രാർത്ഥനയുണ്ട്, അതുകൂടാതെ പാടുന്നുണ്ട്. വീണ്ടും ഈ അതേ ദർശനം വിശുദ്ധ കുർബാന നമ്മൾ കാണുന്നുണ്ടോ? മോശമാട്ടോ എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിയിട്ട്. കാണുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ കാണുന്നില്ലേ? രണ്ടു കോലും കയ്യൊക്കെ ചിരിച്ചിങ്ങനെ കാണുന്നുണ്ടല്ലോ. മലയാസം ഖാദീഷ് ഖാദീഷ് ഖാദി മൊരിയോ ആലോകോ. അതാണത്. പരിശുദ്ധൻ 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 എന്ന് ബാലകമാർ പറഞ്ഞ അതേ വചനം നാം കൃത്യമായി ആരാധനയിലൂടെ കാണുന്നുണ്ട്. ആ യേശയ്യ കണ്ട അതേ ദർശനം വിശുദ്ധ രക്തങ്ങളായി ത്രോണോസിന്മേൽ ആഘോഷിക്കുന്നത് നമ്മൾ ദർശിക്കുകയാണ്. ഇവിടെ എങ്ങനെ പറയുന്നു? അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ധൂപക്കുറ്റിയിലെ പ്രാർത്ഥന, ധൂപക്കുറ്റിയിലെ സുഗന്ധ പ്രാർത്ഥന പോലെ നിറഞ്ഞു. അപ്പോൾ യേശയ്യ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധി നിറഞ്ഞ മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ ഞാൻ വസിക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവിനെ കണ്ടുവല്ലോ. വിളിച്ചു പറയുക, പ്രവാചകൻ വിളിച്ചു പറയുക, ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ ഞാൻ. ഒരു തിരിച്ചറിവ്. വീണ്ടും പറയുന്നു, ശുദ്ധിയില്ലാത്ത ആളുകളുടെ നടുവിൽ വസിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ മഹത്വത്തെ ആരാധനകളിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കണം. എന്തും മനോഹരമാണ്. നമ്മുടെ സുറിയാനി സഭയിലെ പിതാക്കന്മാർ ഈ ആരാധനകളെല്ലാം ചിട്ടയായി ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, അമ്മയോടുള്ള ഇതേ വചനം മണവാട്ടിയായിരിക്കുന്ന സഭയോട് ചേർത്ത് വെച്ച് ഒന്നൊന്നായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തു മനോഹരമാണ്. അതുകൊണ്ട് ഈ രാത്രി ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുവാനുള്ള ആന്തരിക ഉൾക്കാഴ്ചയുമായി മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ. അത് തന്നെയാണ് ആരാധനയിൽ നമ്മൾ അച്ഛന്മാർ പറയുന്നത്, ദൈവമേ നീ പരിശുദ്ധനാവുന്നു. അതിന്റെ അർത്ഥം എന്നാ? അത് തന്നെയാണ് യേശയ്യ പറഞ്ഞത്. കർത്താവേ, മഹാനന്ദിരിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നു, ഞാൻ ശുദ്ധിയില്ലാത്തൊരു മനുഷ്യനാകും. ആ ഒരാത്മാവിൽ നമ്മൾ അത് പാടണം, അത് പറയണം. അച്ഛൻ ദൈവമേ നീ പരിശുദ്ധനാകുമെന്ന് പറയുമ്പോ നമ്മള് യേശയ്യ പറഞ്ഞതുപോലെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് പറയണം, ഞാൻ വിശുദ്ധനല്ല, ഞാൻ അശുദ്ധനാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നെന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ തുടങ്ങുമ്പോ പുതിയ ഉൾക്കാഴ്ച നമുക്ക് വരുമെന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 4:52 കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. അപ്പൊ ആന്തരികമായ ഉൾക്കാഴ്ചയുടെ വലിയ ഒരു അനുഭവത്തെ, ദൈവികമായ അനുഭവത്തെ നോക്കുക എന്നുള്ള വചനത്തിലൂടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന് നീ കേൾക്കണം, മണവാട്ടി നീ കേൾക്കണം, ദൈവവചനത്തിന് നീ ചെവിയോർക്കണം, ആരാധനയ്ക്ക് നീ ചെവിയോർക്കണം, നീ നിശബ്ദരായിരുന്ന ഞാൻ ദൈവമാണെന്നറിയണം. 2 നീ നോക്കണം, ദൈവത്തിന്റെ മഹിമയെ കാണുവാൻ തക്കവണ്ണം ആന്തരികമായ ഉൾക്കാഴ്ച, ഒരു സ്പിരിച്വൽ റിവൈവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു മാറ്റം, അടിസ്ഥാനപരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതാണ് ഇന്നലെ അച്ഛൻ പ്രസംഗിച്ചത്. The power of the cross is the transformation. ഇതാ ക്രൂശിൽ കിടക്കുന്ന വലതുഭാഗത്തെ കള്ളൻ എങ്ങനെ രൂപാന്തരം പ്രാപിച്ചുവോ അതുപോലെ മാനസാന്തരപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ ഒരു മാറ്റം ഈ നോട്ടത്തിലൂടെ പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. കാണുന്നതിനെ അല്ല, ബാഹ്യമായി കാണുന്നതിനെ അല്ല, പകരം വീണ്ടും പറയുന്നു, കാണാത്ത
കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാണാത്തത്? എന്താണ് നമ്മൾ കാണാത്തത്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അല്ലെ? വിശ്വാസം എന്നതിനെ കുറിച്ച് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് അവിടെ പറയുന്നുണ്ട്? കൃത്യമായി പറയുന്നു, ഞങ്ങളത് അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നതെല്ലാം ടെമ്പററി. പിന്നെ പറയുന്നു കാണാത്തതാണ് പെർമനന്റ്. കാണാത്ത കാഴ്ചകൾ ആന്തരികമായ ഉൾക്കാഴ്ചയോടെ കാണുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. വായിച്ചേ, 34-ാം അധ്യായം 5-ാം വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ രാത്രി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഗോകുൽത്തായിലേക്ക് അമ്മ നോക്കിയതുപോലെ നോക്കുവാൻ നമുക്ക് സാധിക്കണം. കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ആന്തരികമായ ഉൾക്കാഴ്ച പ്രാപിച്ചവരാണോ ഞാനും നിങ്ങളും? ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നോട്ടം മുഴുവനും ഗോകുൽത്തായിലേക്കാകണം. നമ്മുടെ കാഴ്ച മുഴുവനും, നമ്മുടെ നോട്ടം മുഴുവനും, ഉൾക്കാഴ്ച മുഴുവനും ദൈവത്തിന്റെ മുഖത്തേക്കാകണമെന്ന് കൃത്യമായി വചനം പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ നമ്മൾ വചനവീതിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന ഉൾക്കാഴ്ചകളെല്ലാം ദൈവസന്നിധിയിലേക്ക് നോക്കുവാനുള്ള ഒരു വലിയ വിളികളാണ്, ദൈവികമായ വിളികളാണ്. ഇവിടെ തന്നെ പറയുന്നു, മണവാട്ടിയായിരിക്കുന്ന സഭയെ നീ നോക്കുക. ബാബേലിന്റെ അടിമത്തത്തിലേക്ക് കടന്നു പോയിരിക്കുന്ന പഴയ നിയമസഭയോട് ഇരമ്യാ വിളിച്ചു പറയുന്നുണ്ട്, ഇസ്രായേലേ, നീ മടങ്ങി മടങ്ങി വരിക. നീ നോക്കുക, നിന്നെ തെരഞ്ഞെടുത്ത ആ പഴയ കനിഗർഭത്തിലേക്ക്, കുഴിച്ചെടുത്ത പാറയിലേക്ക് നോക്കുക. ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് നീ കൊണ്ടു നടക്കുന്ന വേദനകളുടെ തണ്ടക്കെട്ടുമായി, വലിയ വേദനകളുടെ മുറിവുകളുടെ ശേഖരവുമായി നീ വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഗോകുൽത്തായിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. സംഖ്യാപ്രവചന പുസ്തകം 21-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, വാഗ്ദത്ത കനാനിലേക്ക് നടന്നു പോകുന്ന ജനതതി നടന്നു പോകുമ്പോ വിശന്ന് തളർന്നപ്പോ മോശയ്ക്കും ദൈവത്തിനുമെതിരായി അവർ സംസാരിച്ചപ്പോ ദൈവം അതറിഞ്ഞിട്ട് അഗ്നിസർപ്പങ്ങളെ അയച്ച് ഇതവർ മരണത്തിന് പലരും മരണപ്പെട്ടു. സർപ്പം കടിച്ച് പലരും മരിച്ചുപോയി. അവർക്ക് മനസ്സിലായ ഓടി വന്നു, മോശയോട് പറഞ്ഞു, മോശേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവർ ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടു. വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. മോശയോട് ഇങ്ങനെ പറഞ്ഞു, മോശേ, ഈ മരുഭൂമിയുടെ നടുവിലേക്കാൾ, ഇവിടെ അനുഭവിക്കുന്ന വേദനകളേക്കാൾ, ഭാരങ്ങളേക്കാൾ എത്രയോ സുഖകരമായിരുന്നു ഫറവോന്റെ അടിമത്വം. ഇവിടെ ഭക്ഷണമില്ല, ദാഹിക്കുന്നു, വെള്ളമില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു, ഞങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു, എത്രയോ മനോഹരമായിരുന്നു അടിമത്വം. അങ്ങനെ അവർ ദൈവത്തിനും മോശയ്ക്കും എതിരായി അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോ, കലഹിച്ചപ്പോ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റവർ മരണപ്പെട്ട് വീഴാൻ തുടങ്ങി. മോശ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. മോശയെ പാളയത്തിന്റെ നടുവിൽ പിച്ചള സർപ്പത്തെ തൂക്കി അതിലേക്ക് നോക്കുന്നവരെല്ലാം അവർ ജീവൻ പ്രാപിക്കും. ആളുകളെല്ലാം അതിലേക്ക് നോക്കാൻ തുടങ്ങി. പഴയ നിയമ ഇസ്രായേലെല്ലാം പാളയത്തിന്റെ നടുവിൽ ഉയർത്തി നാട്ടപ്പെട്ട ആ സർപ്പത്തിലേക്ക് നോക്കിയപ്പോ അവരെല്ലാം പ്രകാശിതരായി ജീവൻ പ്രാപിച്ചു. എന്നാൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ പുതിയ നിയമ ഇസ്രായേലിനെ നോക്കുവാൻ ഗോകുൽത്തായുടെ നടുവിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിച്ച അതേ സ്ഥാനത്ത് ഒരു ക്രൂശിന്മേൽ 2 കള്ളന്മാരുടെ മധ്യേ നാട്ടപ്പെട്ട കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഈ രാത്രി നിനക്ക് വലിയ ദർശനം, വലിയ ഉൾക്കാഴ്ച, അവന്റെ മഹിമയെ കാണുവാൻ നിനക്ക് സാധിക്കുമോ? ഇന്നലകളെല്ലാം ക്രൂശിനെ അകന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നുവെങ്കിൽ
വിശുദ്ധന്മാരെ കൈവിട്ടുകൊണ്ടുള്ള അകന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ ഈ രാത്രി കർത്താവിന്റെ ജനനം മുതൽ കർത്താവിന്റെ ക്രൂശിന്റെ ചുവടോളം അനുഗമിച്ച അമ്മയുടെ നാമത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അമ്മ നോക്കിയതുപോലെ ക്രൂശിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും അവൻ കൈവിടുകയില്ല. അമ്മയെ ഒരിക്കലും കൈവിട്ടില്ല. അമ്മ ഒത്തിരി അപമാനങ്ങൾ സഹിച്ചു, ഒത്തിരി വിമർശനങ്ങൾ കേട്ടു, സമൂഹം മുഴുവൻ അവൾ ഒറ്റപ്പെടുത്തി. ലോകം പറഞ്ഞവൾ അനാഥയായി തീരുമെന്ന്. പക്ഷേ ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് ആ അമ്മയെ, ആ മകൻ മറ്റൊരു മകനെ ഏൽപ്പിച്ചു. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, എന്ത് മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ഒറ്റപ്പെട്ടാലും, ആര് കൈവിട്ടാലും, മക്കൾ ഉപേക്ഷിച്ചാലും, ഏകാന്തതയുടെ തടവറയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും ഓർക്കുക, ഗോഗൽഥായിലെ ക്രൂശിന്റെ ചുവട്ടിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അമ്മയെ ആ സനാതത്വത്തിന്റെ നടുവിലേക്ക് യോഹന്നാൻ ഏൽപ്പിച്ചതുപോലെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഏൽപ്പിക്കുവാൻ എന്റെ തമ്പുരാൻ ശക്തനാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഞാൻ ഇങ്ങനെ ഒരു കഥ വായിച്ച് ഓർക്കുന്നു. ബറാബാസ് എന്ന് പറയുന്ന ക്രിമിനലിനെ കുറിച്ച് ഒരു കഥ ഇങ്ങനെ വായിച്ചു ഓർക്കുന്നു മലയാളത്തിൽ. ദൈവമക്കളെ, പീലാത്തോസ് കർത്താവിനെ പലവട്ടം ചോദ്യം ചെയ്തിട്ടും ഒരു കുറ്റവും കണ്ടില്ല. ഞാൻ ഇവരിൽ ഒരു കുറ്റവും, നീതിമാനായ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ ഇവനെ എന്ത് ചെയ്യണം? പീലാത്തോസ് ചിന്തിച്ചു, ഈ ബറാബാസിനെ ലോകത്തിന്റെ അന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും വലിയ കൊടും ഭീകരവാദിയായിരിക്കുന്ന ബറാബാസിനെ കൊണ്ടു നിർത്തിയാൽ യഹൂദ പരീശന്മാരും ജനസംഘമെല്ലാം പറയും, ബറാബാസിനെ തുറങ്കിലടയ്ക്കുക, കർത്താവിനെ വിട്ടുതരാൻ പറയുമെന്ന് അവൻ നിലച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ട്, ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടവൻ കർത്താവിനോട് നിർത്തിയിട്ട് ചോദിച്ചു, ഞാൻ 3 വട്ടം ഇവനെ പരിശോധിച്ചു, പക്ഷേ ഇവന് യാതൊരു നീതിമാനായ മനുഷ്യ യാതൊരു തെറ്റും ഞാൻ കണ്ടില്ല. നിങ്ങൾക്കറിയാം, പെസഹാ പെരുന്നാളിൽ ഒരുവനെ വിട്ടുതരുന്ന ഒരു പതിവുണ്ട്. ഇതാ ക്രിസ്തുവിനെയും കൊടും ഭീകരനായി തടവിൽ കിടക്കുന്ന ബറാബാസിനെയും നിങ്ങളുടെ മുന്നിൽ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ആരെ വേണം? ബറാബാസിനെ വേണമോ ക്രിസ്തുവിനെ വേണമോ? പുറന്നടന്ന് പറഞ്ഞു, ഇതാ ബറാബാസിനെ വിട്ടയക്കുക, ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുക. വീണ്ടും ചോദിക്കുന്നു, ഞാൻ ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല, ഇവൻ നീതിമാനാണ്. ആരെ ഞാൻ വിമോചിപ്പിക്കണം? ബറാബാസിനെയോ ക്രിസ്തുവിനെയോ? ക്രിസ്തുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക. വീണ്ടും ചോദിക്കുന്നു, വചനം പറയുന്നുണ്ട്, ഇതാ ഞാൻ ഇവനിൽ യാതൊരു തെറ്റും കാണുന്നില്ല, ആരെ വിമോചിക്കണം? ക്രിസ്തുവിനെയോ ബറാബാസിനെയോ എന്നുള്ള ചോദ്യം സ്വർഗം നടുങ്ങുമാർ പീലാത്തോസ് പറയുമ്പോ ജനം ആകാശം കൊണ്ട് വിളിച്ചു പറഞ്ഞു, ബറാബാസിനെ വിട്ടുതരിക, ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. വചനത്തിനെ പോലെ കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിനെ ഗോഗൽഥായിലേക്ക് കൊണ്ടുപോയി. കഥ ഇങ്ങനെയാണ് എഴുതി പങ്കുവെക്കുന്നത്. പ്രധാന മിലിറ്ററി ഓഫീസർ അവിടെ നിന്ന് പീലാത്തോസിന് അനുവാദം വാങ്ങി നേരെ തടവറയിലേക്ക് ചെന്നു. അവിടെ ഞെങ്ങി ജനകി ഉറങ്ങിക്കിടന്ന ബറാബാസിനോട് പറഞ്ഞു, ബറാബാസ്, എന്താണ്? You are going to be released. നിന്നെ വിടുവിക്കാൻ പോവുകയാണ്, നീ സ്വതന്ത്രനാണ്, നീ പോയിക്കൊള്ളുക. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? നീ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, നീ കാരാഗ്രഹത്തിൽ നിന്ന് പോയിക്കൊള്ളുക. എന്താണ് അതിന് കാരണം? എന്റെ കുറ്റം ഭീകരമാണ്. ഒരേ ഒരു കാരണം, നീ കേട്ടില്ലേ യേശുവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്? നിനക്കായി അവൻ പാപമേറ്റ് അവനെ ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം അവന്റെ ഭാരമേറിയ കുരിശുമായി ഗോകുൽഥായിലേക്ക് അവനെ കൊണ്ടുപോയി സൈന്യാധിപർ. അവൻ ഗോകുൽഥായിലേക്ക് അവൻ പോയിരിക്കുന്നു. അവൻ കാരാഗൃഹം വിട്ടോടി കൊടുങ്കാറ്റിന്റെ അതിവേഗത്തിൽ അവൻ ഗോകുൽഥായിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെല്ലുമ്പോ ബറാബാസ് കാണുന്നത് 3 ആളുകൾ തൂക്കപ്പെട്ടവനായി 2 കള്ളന്മാരുടെ മധ്യ കിടക്കുന്ന കർത്താവ് തന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് പോകുമ്പോ കണ്ണിന്റെ പോള പോലും തുറക്കാൻ കഴിയാത്തവൻ ബറാബാസിൽ ഒരു നിമിഷം നോക്കി. ബറാബാസ് ഓടിച്ചെന്നു. കർത്താവിന്റെ പൊൻകാലുകളും കുരിശും കൂടി ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ യേശുവേ, നിനക്ക് എനിക്ക് വേണ്ടിയാണ് നീ മരിച്ചത്. ഞാനാണ് അവിടെ ക്രൂശിക്കപ്പെടേണ്ടി
വേണ്ടിയിരുന്നത്, നീ എനിക്ക് വേണ്ടി മരിച്ചു. ഇന്നു മുതൽ ഞാൻ നിന്റെ മകനായി എന്ന് പറഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ടു എന്ന് എഴുത്തുകാരൻ എഴുതി പങ്കുവെക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി ബറാബാസിനേക്കാൾ കഠിനമായ ഹൃദയമായിട്ടാണ് നീ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നീ ചിന്തിക്കുക, ആയുസിന്റെ ആഴം വളരെ കുറവാണ്. ഈ നാളുകളിൽ നമുക്ക് ചുറ്റും കാണുന്ന സംഭവങ്ങളെ ഒന്ന് സംവേദിച്ചാൽ, ഒന്ന് അപഗ്രഥിച്ചാൽ, മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളം, ശ്വാസമെത്ര എന്ന വചനം പഠിപ്പിക്കുമ്പോ ഈ രാത്രി എനിക്കായി ക്രൂശിൽ കിടക്കുന്നവനെ ഉൾക്കണ്ണാടെ കാണുവാൻ എനിക്കും നിനക്കും സാധിക്കണം. അച്ഛൻ അവസാനിപ്പിക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ബറാബാസ് ഓടിയതുപോലെ ഗോൽത്തായ ക്രൂശിലേക്ക് കടന്നു ചെന്ന് അവനെ നോക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലയോ കുമാരി, അല്ലയോ മണവാട്ടിയായിരിക്കുന്ന സഭയെ, നീ കേൾക്കുക, നീ നോക്കുക. വീണ്ടും പറയുന്നു, പിതൃഭവനത്തെ, ദേശത്തെ വിടുക. Forget your people and your father's house. പഴയ സഭയെ നീ വിടുക, പഴയ ജീവിതത്തെ നീ വിടുക, പഴയതിനെ നീ താലോലിക്കാതെ വിട്ടുപോരുക. To leave, ഉപേക്ഷിക്കുക. സാധിക്കുമോ ദൈവമക്കളെ? മാമോദീസായിലൂടെ നിന്നെ വിളിച്ചു ഉപകരിച്ച തമ്പുരാൻ ഈ രാത്രി മണവാട്ടിയായിരിക്കുന്ന സഭയോട് പറഞ്ഞ അതേ വചനം ആ സഭയുടെ മക്കളായിരിക്കുന്ന ഈ ബർഗൻഫീൽഡിലെ സെന്റ് മേരീസ് പള്ളിയിലെ ഇടവകയോട് നാളുകളായിട്ട് നോക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഹൃദയം തുറന്നു കൊടുക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് പറയുന്നു, വിട്ടുപോരുക. പഴയ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, പാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിട്ടുപിരിയുക എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കും, മാതാവിനോട് ഇത് പറയുന്നത് മാതാവ് എത്ര കൃത്യമായി പാലിച്ചു. അല്ലയോ കുമാരി, നീ നോക്കുക, കേൾക്കുക, ചെവി ചായിക്കുക, പിതൃഭവനത്തെ ദേശത്തെ വിടുക. അവൾ ഗർഭവതിയായപ്പോൾ എല്ലാവരും അവൾ ഉപേക്ഷിച്ചു. നിന്റെ ഗീതം എനിക്ക് ഭവിക്കട്ടെ. അവൾ മരിക്കുന്നത് വരെയും അവരുടെ കൂടെ ആരുമുള്ളതായി നമ്മൾ കാണുന്നില്ല. ദൈവമക്കളെ, വിട്ടുപോരുക. ഇവിടെ വിട്ടുപോരുക. Forget your people and your father's home എന്ന് പറയുമ്പോ ദൈവികമായ ബന്ധത്തിന് തടസ്സമാകുന്ന സ്വാധീനങ്ങളെ, ബന്ധങ്ങളെ വിട്ടുപിരിയുക എന്നുള്ള ആഹ്വാനമാണ് ഞാൻ നിങ്ങളും കാണുന്നത്. ദൈവിക ബന്ധത്തിൽ നിന്ന് അകറ്റുന്നത് ഏത് പാപകരമായ അനുഭവങ്ങളാണെങ്കിലും അതിൽ നിന്ന് അകന്നു മാറുക. ഒരുപക്ഷെ ചില ബന്ധങ്ങളാകാം നമ്മെ സ്വാധീനം ചെലുത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ സ്വാധീനങ്ങളാകാം, ഒരുപക്ഷെ ചില നമ്മുടെ ഇൻസ്റ്റിങ്, നമ്മുടെ ജന്മനായുള്ള ചില പ്രവൃത്തികളാകാം, ആരോടും പങ്കുവെക്കാതെ കൊണ്ടുപോകുന്ന ദൗർബല്യങ്ങളാകാം. അതിനെ ദൈവസന്നിധി കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തെക്കാൾ അധികം എന്തിനെ നീ താലോലിക്കുന്നുവോ, എന്തിനെ നീ സ്നേഹിക്കുന്നുവോ, അതിനെ വിട്ടുപിരിയാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാത്രി വചനം പറയുന്നു, കൃത്യമായി പറയുന്നു, നീ വിട്ടുപോന്നിട്ടുണ്ടെങ്കിൽ ക്രൂശ് നിനക്ക് അന്യമാകും. നമ്മൾ കണ്ടില്ലേ, കുരിശെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ താക്കോലാണ്, നരകത്തിന്റെ വാതിലടയ്ക്കുന്ന താക്കോലാണ്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദമാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോ കുരിശന്നമാകാതെ ഗോകുൽത്തായിലേക്ക് നോക്കുവാൻ, കുരിശിലേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 10:37 ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ എനിക്ക് യോഗ്യതയുള്ളവരല്ല. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ എനിക്ക് യോഗ്യരല്ല. പഴയ വഴികളെ വിട്ടുപിരിയുവാൻ നമുക്ക് സാധിക്കണം. ദൈവമക്കളെ, പഴയ മനുഷ്യനെ വീണ്ടും വചനം പറയുന്നുണ്ട്. എഫെസ്യർക്കെഴുതിയ ലേഖനം 4:22-24 വാക്യങ്ങൾ പറയുന്നുണ്ട്, പഴയ മനുഷ്യനെ വിട്ട് ദൈവ സ്വഭാവ പ്രകാരം പുതുതായി മനുഷ്യനെ ധരിക്കുക. ഈ കാലഘട്ടത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിമകളായി ഞാനും നിങ്ങളും മാറിയിരിക്കുന്ന ഈ കാലഘട്ടം, ഉപഭോഗ സംസ്കാരം നമ്മെ കൊണ്ടു ചെന്നെത്തിയിരിക്കുന്നത് ദൈവിക മൂല്യങ്ങൾ കൈമോശം വന്നു എന്ന ഒരു ചെറിയ അനുഭവത്തിലേക്കാണ്. ആധുനിക ലോകം എത്രമാത്രം ധനത്തെ സ്നേഹിക്കുന്നുവെങ്കിലും, സ്ഥാനമാനങ്ങളെ, പദവികളെ ആഗ്രഹിക്കുന്നുവെങ്കിലും, ദൈവത്തെക്കാൾ അപ്പുറത്തെങ്കിൽ നിനക്ക് ദൈവരാജ്യം കൈമോശം വരും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കണം. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ അവസാനത്തെ പോലെ ഒറ്റവാക്കിൽ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ദൈവത്തിലേക്ക് നോക്കിയാൽ, ദൈവത്തെ കേട്ടാൽ, വീണ്ടും വചനം പറയുന്ന ചെവി ചായിച്ചാൽ,
നിന്റെ സൗന്ദര്യത്തിൽ മണവാളൻ ആകർഷിക്കപ്പെടും. മണവാളനായിരിക്കുന്ന ക്രിസ്തു നിന്റെ സൗന്ദര്യത്തിൽ, നിന്റെ ആന്തരിക വിശുദ്ധിയിൽ, അത് തന്നെ 1 മണിക്കോളം പ്രസംഗിക്കാറുണ്ട്. ആന്തരിക വിശുദ്ധിയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതിൽ ആകർഷിക്കപ്പെടും. അച്ഛൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രി സ്വർഗം നിങ്ങളോട് ഇടപെടട്ടെ, സ്വർഗം നിങ്ങളോട് സംസാരിക്കട്ടെ. ഇതാ, അല്ലയോ മണവാട്ടിയായിരിക്കുന്ന സഭയെ നോക്കുക, കേൾക്കുക, ചെവി ചായിക്കുക. നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിടുക, എങ്കിൽ നിന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടും. ഒന്ന്, നീ കേൾക്കണം, ദൈവവചനത്തെ കേൾക്കണം, ആരാധനകളെ, പ്രാർത്ഥനകളെ കേൾക്കേണ്ടുന്ന വിധത്തിൽ കേൾക്കണം. നോക്കണം ആരാധനയിലൂടെ കർത്താവിന്റെ മുഖത്തേക്ക്, ഗോകുൽഥായിലെ ക്രൂശിലേക്ക്. 3, നീ സർവത്തെയും വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ഒരു മാനസാന്തരത്തിന്റെ വിളിയായി ഇത് മാറട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളെ, ഒരു അനുഭവം കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ബ്രെയിൻ ട്യൂമർ വന്നിട്ടുള്ള ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ അച്ഛൻ നാട്ടിലായിരുന്നപ്പോ എന്റെ ആധ്യാത്മിക ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആന്തരികമായി ജീവിത വിശുദ്ധി സൂക്ഷിക്കാൻ, വിശ്വാസത്തിൽ ബലത്തോടെ നിൽക്കാനും പ്രേരിപ്പിച്ച ഒരു അനുഭവമാണ്. 13 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ക്യാൻസർ ബാധിച്ച്, ട്യൂമർ ബാധിച്ച് അവിടെ കൂത്താനോടത്ത് ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയുടെ അടുക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ അവിടെ ചെന്ന്, ഒരു അപ്പനും അമ്മയ്ക്കുമുള്ള ഏക ഒരു കുഞ്ഞാണ്, ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുഞ്ഞ്. അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് അവിടെ പോയി അവളെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോരും. അവളൊന്നും സംസാരിക്കുന്നില്ല, ശിരസെല്ലാം നീര് വെച്ച് എന്തൊക്കെയോ ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്. അമ്മ അവിടെയുണ്ട്, അപ്പനുണ്ട്, അച്ഛനുണ്ട്. അവരെല്ലാം പറയും, അച്ഛൻ പ്രാർത്ഥിക്കണം, ഭയങ്കര വേദനയാണ് കുഞ്ഞ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ, അവിടുത്തെ കത്തോലിക്ക ആശുപത്രിയാണ്, അവിടെ വന്ന് സിസ്റ്റേഴ്സ് വന്ന് അവൾ പ്രാർത്ഥിക്കും, അവളോട് പറയും, സംസാരിക്കും. ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു കുടുംബമാണെങ്കിലും അവളുടെ അടുക്കലുള്ള പ്രാർത്ഥനകളൊന്നും അവർ നിഷേധിച്ചില്ല. കുഞ്ഞിന് അവസാന നിമിഷത്തിൽ കിട്ടേണ്ട പരിചരണങ്ങൾക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്നതാണ്. സിസ്റ്റേഴ്സ് വന്ന് പ്രാർത്ഥിക്കും. അവളുടെ കയ്യിൽ ഒരു കുരിശ് കൊടുത്തിട്ട് അവിടുത്തെ മദർ സുപ്രീം പറഞ്ഞു, മോളെ, നീ പ്രാർത്ഥിച്ചോ, ഈ കുരിശ് നിനക്ക് സ്വസ്ഥത നൽകും, നിനക്ക് സമാധാനം നൽകും, നിനക്ക് സന്തോഷം നൽകും, സൗഖ്യം നൽകും. നീ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അവൾ ആ കുരിശ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ തുടങ്ങി. ഞാൻ ചെന്ന ദിവസങ്ങളിലൊക്കെ അവൾ കണ്ണുനീരോടെ അവൾ ഇങ്ങനെ വിതുമ്പുന്നത് കാണാം പ്രാർത്ഥിക്കുമ്പോ. ഞാൻ അന്ന് ചെന്നപ്പോ അവളുടെ കൈ കുരിശുണ്ട്, അവൾ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അവൾ കരയുന്നില്ല. അവളുടെ മുഖം നീരുമെത്തിയിട്ടുണ്ടെങ്കിലും മനോഹരമാണ്, സുന്ദരിയാണ്, അവൾ സന്തോഷവതിയാണ്, പ്രത്യാശയുണ്ട് അവളുടെ മുഖത്ത്. അവൾ പറഞ്ഞു, നീ മനോഹരി സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് മൂർദാവിൽ ചുംബിച്ച് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം എന്റെ പള്ളിയിലെ ട്രസ്റ്റി പറഞ്ഞ, കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞിനെ കാണുവാൻ നമുക്ക് പോകണം അച്ഛാ. ഞങ്ങൾ പോയി ആശുപത്രി ചെല്ലുമ്പോ, ഈ മുറിയിൽ ഞങ്ങൾ ചെല്ലുമ്പോ അവളെ മോർച്ചറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം വാഹനത്തേക്ക് കയറ്റാനുള്ള ക്രമീകരണങ്ങളാണ്. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മകളെ, കുഞ്ഞിന്റെ കയ്യിൽ, വലത് കയ്യിൽ ആ കുരിശുണ്ട്, അവൾ വിട്ടിട്ടില്ല. മരിക്കുന്ന സമയത്ത് പോലും അവൾ ആ കുരിശ് വിട്ടില്ല, നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നാൽ ഇടത് കയ്യിൽ കുറച്ച് പൂക്കളുമുണ്ട്. ഒരു കയ്യിൽ കുരിശും ഒരു പൂക്കളുമായി അവൾ ഇങ്ങനെ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് മനോഹരിയായ ഒരു മണമാലാകയെ പോലെ അവൾ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഉള്ളിൽ ചിന്തിച്ചു, മോളെ, ഇത്ര പെട്ടെന്ന് പോകുമെന്ന് അച്ഛൻ വിചാരിച്ചില്ലല്ലോ. എത്ര സന്തോഷമായി നിന്റെ അടുക്കൽ വരുമ്പോ ഞാൻ എന്റെ ദുഃഖങ്ങളും വേദനകളും പോലും അവളുടെ അടുക്കൽ ചെല്ലുമ്പോൾ മറക്കാറുണ്ട്. അവളെ ഇത്ര പെട്ടെന്ന് പോയല്ലോ. അവളിങ്ങനെ ഉള്ളിൽ എന്നോട് സംവേദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അച്ഛാ, ഞാൻ പോകുന്നത് വലിയ ഉറപ്പോടു കൂടിയാ. എന്റെ സിസ്റ്റേഴ്സ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു, യേശുവാണ് രക്ഷകൻ, യേശുവാണ് നായകൻ, ഈ കുരിശ് തന്നെ വഴി നടത്തും. ഈ പൂക്കള് ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ യേശുപ്പയുടെ തൃപ്പാദത്തിൽ കൊടുക്കും. എന്നെ വഴി നീളെ സംരക്ഷിച്ചതിനാൽ, മാലാഖമാരുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തതിനാൽ, എന്റെ അച്ഛനെയും അമ്മയെയും അച്ഛൻ ആശ്വസിപ്പിക്കണമെന്ന്. ദൈവമക്കളെ, എത്ര വർഷമായി നിങ്ങൾ 8 നോമ്പ് നോക്കുന്നു, എത്ര വർഷമായി നോമ്പെടുക്കുന്നു, എത്ര വർഷമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ, അടിസ്ഥാനപരമായ ഒരു മാറ്റം ആ കുഞ്ഞിനുണ്ടായതുപോലെ പ്രത്യാശയില്ലാതെയാണ് നീ പള്ളി വിടുന്നതെങ്കിൽ, ദേശം വിടുന്നതെങ്കിൽ, ഈ രാത്രി അച്ഛൻ പറയട്ടെ, നീ ഒരുക്കി വെച്ചതാർക്കാകും. ഇന്ന് നീ നോക്കണം, കേൾക്കണം, ചെവി ചായിക്കണം. എല്ലാത്തിനെയും വിട്ട് ക്രൂശിലേക്ക് ചേർത്ത് ചിന്തിക്കുവാൻ, വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ഇരിക്കുന്ന സ്ഥലം നമുക്ക് എണീക്കാം, ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കുക.
ശാന്തമായി ഈ ഗോകുൽത്തായാകുന്ന ഈ ത്രോണോസിന്റെ മുന്നിൽ ഞാനും നിങ്ങളും ഏറെ വിറയിലോട് വേദനയോടെ നിൽക്കുകയാണ്. നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കുക, സഭയോട് പറയുക, അല്ലയോ മടമാറ്റിയായിരിക്കുന്ന സഭയെ നോക്കുക, കേൾക്കുക, ചെവി ചായിക്കുക. നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയം വിതുമ്പുന്നെങ്കിൽ ദൈവത്തോട് പറയാ, ഇന്നലകൾ കർത്താവേ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല, നിന്നെ ഞാൻ കേട്ടതെല്ലാം ലോകത്തിന്റെ ശബ്ദങ്ങളും കോലാഹലങ്ങളുമായിരുന്നു. ഞാൻ നോക്കിയില്ല നിന്റെ മുഖത്തേക്ക്, നോക്കിയത് എന്നെ തന്നെയായിരുന്നു. ഈ ലോകത്തിന്റെ നേട്ടങ്ങളെ ആയിരുന്നു, ലോകത്തിന്റെ സ്ഥാനമാനങ്ങളെ ആയിരുന്നു. ഞാൻ എല്ലാത്തിനെയും വിട്ട് നിന്റെ സന്നിധിയിൽ ഒരു വലിയ രൂപാന്തരം പ്രാപിച്ച മകനായി മകളായി വരികയാണ്. യുവമക്കളെ, നിങ്ങൾക്ക് ചേർന്ന് പാടുവാൻ സാധിക്കുമോ? പറയുവാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ ഏൽപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, ശരീരത്തിൽ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ, ഹൃദയത്തിലെ മുറിവുകളെ എല്ലാം ദിവസത്തിലേക്ക് ഏൽപ്പിക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14 വാക്യങ്ങൾ പറയുന്നു, ഇവിടെ വീഴുന്ന കണ്ണുനീരിന് സ്വർഗം കണ്ണു തുറന്നിരിക്കുന്നു. ഇവിടെ നിന്നുയരുന്ന സങ്കടത്തിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവി തുറന്നിരിക്കുന്നു. നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ നീ എന്നിലേക്ക് ഇറങ്ങി വരണം, എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണം, എന്റെ ജീവിതത്തിന്റെ വേദനകളെ കാണണം. കർത്താവേ ഞാൻ നിനക്കുള്ളതാ, നീ എനിക്കുള്ളതാ, നീ എന്റെ രക്ഷകനാ. ഗോകുൽത്തായിലെ ക്രൂശിന്റെ ചുവട്ടിൽ അമ്മയെ ഏർത്ത് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുക. ഇങ്ങനെ പ്രാർത്ഥിക്കാം. അളവുകൂടാ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നിത്യ പരിശുദ്ധനുമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എത്തുന്നതിനാൽ സ്തോത്രം. ഇടവയോർത്ത് പ്രാർത്ഥിക്കുന്ന നാഥാ, കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ. ദൈവം ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളോടും ഒരു വേദനയുടെ നടുവിൽ നിന്നെ പ്രസവിച്ച അമ്മയുടെ മധ്യത്തിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോ ഇന്ന് മുതൽ കർത്താവെ ഞങ്ങളെല്ലാം ഒരു തീരുമാനമെടുക്കുകയാണ്. മണവാട്ടിയായിരിക്കുന്ന സഭ ഒരുങ്ങുകയാണ്. എന്താണ്? നിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നിന്റെ വചനത്തെ കേൾക്കുകയാണ്. ദിവസങ്ങളിൽ വചനത്തെ കേട്ട് ശക്തി പ്രാപിക്കുകയാണ്. ഇല്ല, വചനം പറയുന്നതനുസരിച്ച് പാപത്തിലേക്ക് ഞങ്ങൾ പോകുകയില്ല, അവിഹിത മാർഗത്തെ ചിന്തിക്കുകയില്ല, ഹൃദയത്തെ ആന്തരിക വിശുദ്ധിയുള്ളതാക്കി തീർക്കുന്നു. ഞങ്ങൾ നോക്കുന്നു കാൽവറിയിലെ ക്രൂശിലേക്ക്. അവിടെ അമ്മയുണ്ട്, യോഹന്നാനുണ്ട്, വിശുദ്ധന്മാരുണ്ട്, മാലാഖമാരുണ്ട്. കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്ന് അകറ്റുന്ന സർവ്വതിനെയും വിടുന്നു, പിതൃഗ്രഹത്തെ വിടുന്നു, നിന്റെ ഗോകുൽത്തായിലെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ചേർത്ത് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. നാൾതോറും തന്ന കരുണയ്ക്ക് ക്രമിക്കമായ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇരിക്കുക. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇത് നമുക്കറിയാം, 8-10 മിനിറ്റോളം കൂടുതൽ എടുത്തുവെന്ന് അറിയാം. ഇന്നലെ നേരത്തെ നിർത്തേണ്ട എന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ്. അച്ഛൻ 8 മണി എന്ന് പറഞ്ഞ രാവിലത്തെ കുർബാനയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, സോറി. ഇനി മുതൽ നമുക്ക് അടുത്ത ദിവസവും നാളെയും വചന കേൾവിക്കായി പ്രാർത്ഥന വരിക. നിങ്ങൾ പ്രാർത്ഥിച്ചു വരിക. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായി ഇടപെടുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. അതിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 6:30 പ്രാർത്ഥനയും 7 മണിക്ക് വിശുദ്ധ കുർബാനയുമായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൺക്ലൂഷൻ പ്രയർ നടത്തി കൈമുത്തി ശാന്തമായി നമുക്ക് പിരിയാം.